ബാറ്റിംഗ് മാത്രമല്ല ബൗളിംഗും കണക്കാണ്. ഒരു മികച്ച ബൗളിംഗ് നിരയില്ലെന്ന് തീർച്ചയായിട്ടും തന്നെ പറയേണ്ടി വരും. ആദ്യ കളിയിൽ ഒരു തവണ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചതൊഴിച്ചാൽ ഈ 18 വർഷക്കാലത്തിനിടയ്ക്ക് ഇത്ര മോശമായ ഒരു ചെന്നൈ ടീമിനെ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു ചെന്നൈ ആരാധകർ എന്നെ ചീത്ത പറയാനൊന്നും നിൽക്കണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം വളരെ മോശം ടീമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. MS ധോണി അടക്കമുള്ളവരെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതിലുപരി ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നത്. IPL മത്സരം കാണുന്നവർക്ക് അറിയുന്നുണ്ടാകും എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്. വെറും പ്രഹസനം. അതിന്റെ അപ്പുറത്ത് വേറൊരു ടീമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഫേവറേറ്റ് ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ്. അവര് അതിലും മികച്ച കളിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം മികച്ച ടീമുകളുടെ ഇത്തരം കളികൾ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് സുഹൃത്തുക്കളെ. പൃഥ്വിരാജ് ഗെയ്ക്വാദിന്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ കൈത്തണ്ടക്ക് പരിക്ക് പറ്റിയിട്ട് അദ്ദേഹം പുറത്തു പോകാൻ സാധ്യതയില്ല. ഈ ഒരു നശിഞ്ഞ ടീമിനെയും വെച്ചിട്ട് എവിടം വരെ പോകാനോ ആ ഒരു ചീത്തപ്പേര് അദ്ദേഹത്തിന് കേൾക്കേണ്ടതില്ല. ചെന്നൈ ടീം വെറുതെ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് MS ധോണിയെ ടീമിലെടുത്താക്കുന്നത്. അദ്ദേഹം മികച്ച ക്യാപ്റ്റൻ ആയിരുന്നു. ഇന്ത്യക്ക് വേണ്ടി 2020 ഏകദിന വേൾഡ് കപ്പ് നേടിത്തന്ന ഒരു മഹാനാണ്. പക്ഷെ ഈ 43-ാമത്തെ വയസ്സിൽ രോഹിത് ശർമ്മയേക്കാൾ ഋഷഭ് പന്തിനേക്കാൾ നന്നായി കളിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ വാദത്തിലൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത് ചെന്നൈക്ക് ഗുണം ചെയ്യുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു ഡൈഹാർഡ് ചെന്നൈ ഫാന് പോലും ചെന്നൈ ടീമിന് ദേഷ്യമാവുകയാണ്. ഒരിക്കലും ഞാൻ ചെന്നൈ ടീമിന് എതിരല്ല, പക്ഷെ എന്ത് കളിയാണ് കാണിക്കുന്നത്. ഈ ചെന്നൈ, മുംബൈ പോലെ പുകൾപെറ്റ ടീമുകൾ ഈ 2025 IPL കാണിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരികയാണ്. വെറുതെയുള്ള ദേഷ്യം വന്നു പോകാൻ അറിയാതെ. ആദ്യം ചെന്നൈ ചെയ്യേണ്ടത് ആ രജിൻ രവീന്ദ്രനെയും ഡിവോൺ കോൺവേയും എടുത്ത് ദൂരെ കളയുക. ന്യൂസിലൻഡുകാർ രണ്ടുപേരും കൂടെ കയറിയിട്ട് ഓപ്പണിംഗ് കയറിയിട്ട് ഏത് കളിയിലാണ് അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. രജിൻ രവീന്ദ്ര എനിക്ക് ഇഷ്ടമുള്ള പ്ലെയർ ആണ്, പക്ഷെ അദ്ദേഹം ഈ IPL ഒരു രക്ഷയില്ല. MS ധോണി ആവട്ടെ, അദ്ദേഹത്തിന് ഒരു ബ്രാൻഡ് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു അവസ്ഥയിലാണ്. MS ധോണിയെ വീൽ ചെയറിൽ ഇരുത്തിയാൽ പോലും CSK കളിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിയല്ല. CSK ആരാധകർ എന്നോട് ക്ഷമിക്കണം. MS ധോണി വെറും പണത്തിന് വേണ്ടി, ബ്രാൻഡ് വാല്യൂ കൂട്ടാൻ വേണ്ടി മാത്രമാണ് CSK ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റൻസിയൊക്കെ നല്ലതാണ്. വിക്കറ്റ് കീപ്പിങ്ങിലൊക്കെ ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട്. എല്ലാവരും പക്ക നന്നായി കളിക്കുന്നവരാണെന്നല്ല പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ബെൻഡറുടെ സ്ഥാനത്തേക്ക് ഇരിക്കാൻ യോഗ്യതയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കളിയിൽ എത്രാം സ്ഥാനത്താണ് ഇറങ്ങിയത്? അദ്ദേഹത്തിന് മുട്ടുവേദനയാണ്, ഒരു 10 ഓവർ വെച്ച് ബാറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ സ്റ്റീഫൻ ഫ്ലെമിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ ചെന്നൈ കാണുമ്പോൾ വിഷമം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു പോകുന്നത്. പൃഥ്വിരാജ് ഗെയ്ക്വാദ് അക്ഷരാർത്ഥത്തിൽ രക്ഷപ്പെട്ടു പോയി എന്ന് വേണ്ടേ പറയാൻ. ക്യാപ്റ്റൻസി കൈത്തണ്ടൊക്കെ പരിക്കപ്പെട്ട് ഇനി ഈ സീസണിൽ തിരിച്ചു വരാതിരിക്കുകയാണ് നല്ലത്. ചിലപ്പോൾ ആ ക്യാഷ് കിട്ടില്ലെന്നുള്ളൂ. എന്ത് ടീമാണ് 103 റൺസിന് 20 ഓവറിൽ 9 വിക്കറ്റ് റൺസ് നഷ്ടത്തിൽ 103 റൺസ്. അത് അവസാനം ശിവൻ ദുബെ മര്യാദക്ക് കളിച്ചില്ലായിരുന്നെങ്കിൽ 97-90 റൺസിന് ഓൾ ഔട്ട് ആവേണ്ടി വന്നാണ്. എന്ത് കളിയായിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ KKR ആവട്ടെ 2 വിക്കറ്റ് നഷ്ടത്തിൽ 10.1 ഓവർ ലക്ഷ്യം ഭേദിച്ച് മികച്ച ബാറ്റിംഗ്. അപ്പൊ പിച്ചിന്റെ കുഴപ്പമില്ല. ഇനിയും ഈ ചെന്നൈ ആരാധകരെ പൊക്കിപ്പിടിച്ച് നടക്കുന്നതോട് യാതൊരു സപ്പോർട്ടും ഇല്ല, യാതൊരു ഇതുമില്ല എന്നാണ് പറയുന്നത്. വരും മത്സരത്തിലെങ്കിലും മികച്ച പ്രകടനം അവർക്ക് കാണിക്കാൻ കഴിയട്ടെ. കാണികൾക്കൊരു വിരുന്നാകട്ടെ. IPL എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഒരു വിരുന്നല്ലേ. ഏതായാലും വരും മത്സരങ്ങളിലെങ്കിലും ചെന്നൈയും കൂട്ടരും വിജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോയിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ഫേസ് റിവീലിംഗ് വീഡിയോ ചെയ്യുന്നത്. സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. വോയിസ് ഓവർ വീഡിയോ ആണ് ചെയ്തത്. തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകാം, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.